നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിലെ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ്. ബുധൻ ഇതാ 1200 ഇടവമാസം 23-ാം തീയതി മുതൽ കേവലം 16 ദിവസം, മിഥുനമാസം 8-ാം തീയതി വരെയുള്ള 16 ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക്, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗൃഹേ പ്രഭു പരിഗ്രഹാത് ആയതിം പ്രഭുത്വം. ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിലൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു, അധികാരികളുടെ തനിക്ക് പവർ, അധികാരം അത് ലഭിക്കും. സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം, താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മിഥുനത്തിലേക്കുള്ള, സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ്. 2025 ജൂൺ മാസം 6-ാം തീയതി മുതൽ ജൂൺ മാസം 22-ാം തീയതി വരെയുള്ള 16 ദിനങ്ങൾ. പക്ഷേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട്. വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ്, വലിയ ശത്രുക്കളാണ്. പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം, ഒരു യോഗം പിറക്കുകയാണ്. ദിഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ. സൗമ്യ രംഗജരോ ബൃഹസ്പതിയുതോ ഗീതപ്രിയോ നൃത്തവിത്ത്. വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു, സ്റ്റേജിൽ ശോഭിക്കുന്നു. തൻ്റെ കർമ്മമേഖല, അതാണ് തൻ്റെ രംഗം. തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു, അദ്ദേഹം ശോഭിക്കുന്നു, അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു. ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്രകാരം തന്നെ കൺസൾട്ടൻസി, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സിനിമ, എഴുത്ത്, പാട്ട്, കൂത്ത്, അഭിനയം. കാരണം മറ്റൊരു ഫലം പറഞ്ഞു, ഗീതപ്രിയ, ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും. നൃത്തവിത്ത്, അദ്ദേഹത്തിന് നൃത്തമറിയാം. അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല. ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം. മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു. ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം. എങ്ങനെ സന്തോഷിപ്പിക്കാം? ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം, ബലരാമൻ, പരശുരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ, ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത്. അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്ര സാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും. നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ ചിന്തിക്കാം. മേടൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി. ഇവിടെ മേടൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു? അതിശക്തമായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ൽ ഏത് ശുഭഗ്രഹവും 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. സ്വതവേ മേടൻ രാശിക്കാർക്ക് ഇപ്പം വ്യാഴം 3-ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുകയാണ് മിഥുനത്തിൽ. പക്ഷേ ബുധൻ, ശുഭഗ്രഹമായ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മാത്രം വളരെ നല്ല ഫലം പറഞ്ഞിരിക്കുന്നു. പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 3-ൽ ബുധൻ വരുമ്പോൾ അയാൾ പ്രബലനാകും. വിദ്വാൻ ധനി പ്രബലഹ, നല്ല ഫലമാകുന്നു. വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ചമത്കാര ചിന്താമണിയിൽ ആണെങ്കിൽ എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്? വണിക് മിത്രതോ പണ്യകൃത് വൃത്തിശീലഹ, ഇയാൾ വലിയ വ്യാപാരിയുടെ സുഹൃത്താകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മേടൻ രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് സമാഗതമാകുന്നത്. 6-ാം തീയതി കാലത്ത് ബുധൻ മിഥുനത്തിൽ വരുന്നു. 7-ാം തീയതി മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ അതിശക്തമായി നീചസ്ഥിതി കഴിഞ്ഞ് 5-ാം ഭാവത്തിലേക്ക് വരികയാണ്. തൻ്റെ മാനസികമായ കരുത്തും എനർജിയും എന്തിനേയും നേരിടുവാനുള്ള മനസ്ഥൈര്യവും ഈ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും. അതിനാൽ ഈ മേടത്തിലുള്ള ഈ ബുധൻ്റെ വരവ് ഒരു ഒന്നൊന്നര വരവാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഞാൻ പറഞ്ഞു, വലിയ വ്യാപാരികളെ സുഹൃത്താകും. പണ്യകൃത്, അയാൾ വാങ്ങുവാനും കൊടുക്കുവാനും വിൽപ്പനയൊക്കെ നടത്തും. വൃത്തിശീല, നല്ല സ്വഭാവത്തിൽ ഉടമസ്ഥനാവും. നല്ല വ്യാപാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ വരും. വശിത്വം ധിയാ ദുർവശാനാമുപേതി, തൻ്റെ ബുദ്ധിയിലൂടെ, തൻ്റെ ഉപായ മാർഗങ്ങളിലൂടെ തനിക്ക് എന്ത് ചെയ്യാം? ദുർവശാനാം, മുഖം തിരിഞ്ഞിരിക്കുന്ന വ്യക്തികളെപ്പോലും തൻ്റെ നയചാതുര്യം കൊണ്ട്, അതാണ് ദൗത്യം, തൻ്റെ നയചാതുര്യം കൊണ്ട് തൻ്റേതാക്കി അവരുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ട് വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. വക്കീലന്മാർക്ക് അപ്രകാരം തന്നെ കൺസൾട്ടൻസിന് ഏറ്റവും നല്ല സമയമാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ്, കൺസൾട്ടൻസുമായി ബന്ധപ്പെടുന്ന മേടൻ രാശിക്കാർക്ക് ഇതൊരു വളരെ അനുകൂലമായ സമയമാണ്. അവരുടെ പ്രഭാവം അവർക്ക്
പ്രകടിപ്പിക്കുവാനും അതിലൂടെ ധനപരമായ ധന ആർജനം സംഭവിക്കുവാനും ഈ ബുധൻ വളരെയധികം പര്യാപ്തനാണ്. അത്ര നല്ലൊരു യോഗമാണ് ബുധനും വ്യാഴവും തമ്മിലുള്ള യോഗം. അവിടെ ഒരു വിപരീത രാജയോഗം കൂടെയുണ്ട്. ബുധൻ 6ാം ഭാവാധിപനാണ്, ശത്രുപതിയാണ്. വ്യാഴം 12ാം ഭാവാധിപനാണ്, വൈകല്യവാനാണ്. അതിനാൽ ഇവിടെ വിപരീത രാജയോഗമാണ്. ബുധനും വ്യാഴവും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ വിപരീത രാജയോഗമാണ്. ആ വിപരീത രാജയോഗം ഗുണപരമായി തീരും. കേവലം 16 ദിവസമേ ഉള്ളൂ. വ്യാഴം ഒരു വർഷമുണ്ട്. പക്ഷേ ആ വർഷത്തിനിടയിലും ഈ വ്യാഴത്തിന് കിട്ടുന്ന ഒരു അസുലഭമായ അവസരമാണ് ബുധനുമായി ചേർന്നുള്ള ഈ ദിഗ്രഹ യോഗം. ഞാൻ പ്രോമിസ് ചെയ്യുന്നു, മേടൻ രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ വരും. ആ 7 ശനിയും 3 വ്യാഴവും ഒക്കെ വളരെയധികം മാനസികമായി പ്രയാസപ്പെടുത്തുന്ന മേടൻ രാശിക്കാർക്ക് ഇതാ ഒരു അസുലഭമായ അവസരങ്ങൾ വന്നു ചേരും. ഏത് സമയത്തും ഫലം ചെയ്യുന്ന ബുധനാണ്. അതിനാൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ധാരാളം നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഈ 16 ദിവസക്കാലം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞു, വിനീതോതി ഭോഗം ഭജേ സന്യസേത്വ, തനിക്ക് സന്യസിക്കുവാനുള്ള തീർത്ഥാടനത്തിന് പോകേണ്ട യോഗം. എല്ലാ ഭോഗസുഖങ്ങളും ലഭിക്കുകയും ചെയ്യും, ആത്മീയമായ ഭൗതികമായ സുഖങ്ങൾ രണ്ടും ലഭിക്കും. തൃതീയ അനുജയർ ബാധയന്തേ ലതാവാൻ, താനൊരു മഹാവൃക്ഷമായി നിന്ന് തൻ്റെ സഹോദരങ്ങൾ ഒരു വള്ളിയെ പോലെ തന്നെ ചുറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സഹോദരങ്ങൾക്ക് വളരെയധികം ഗുണമാണ് ഈ ബുധൻ്റെ മാറ്റം. അവരുടെ വ്യാപാരത്തിലോ അവരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലോ ഏർപ്പെട്ട് അവർക്ക് സഹായകരമായ തീരുമാനങ്ങൾ എടുക്കുവാനും തൻ്റെ നെഞ്ചോട് ചേർത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഈ ബുധൻ സഹായിക്കും. പ്രാർത്ഥന എന്താണ്? ഓം നരസിംഹമൂർത്തയേ നമഃ. ഈ സമയത്തിനിടയ്ക്ക് തപസ്ഥാനത്തേക്ക് 9ാം ഭാവത്തിലേക്ക് ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. അതിനാൽ നല്ല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോവുക, അപ്രകാരം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവുക, തുളസിമാല പാൽപ്പായസം വഴിപാട് ചെയ്യുക, വെണ്ണ നിവേദ്യം ചെയ്യണം. നരസിംഹ ക്ഷേത്രത്തിലാണെങ്കിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന, ഓം ലക്ഷ്മി നരസിംഹമൂർത്തി എന്ന മന്ത്രവും വളരെ ഉപകരിക്കും മേടൻ രാശിക്കാർക്ക്. എല്ലാ മേടൻ രാശിക്കാർക്കും ശോഭനമായ ഒരു 16 ദിവസത്തെ കാലത്ത് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.